അതെ ഇന്നലെ ലക്നോ ഒക്കെ ജയിക്കുന്ന പറഞ്ഞിട്ട് വേറെ ഒരാള് ഇന്നലെ പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നലെ ഡൽഹി അത് ജയിച്ചു, ഞങ്ങളുടെ ടീം ജയിച്ചു. അപ്പൊ അവനൊന്ന് കണ്ടു നോക്കാൻ പോയിട്ട്. A few moments later. ഹലോ. അപ്പൊ ഇന്നലെ ടീം സെറ്റ് ജയിച്ചു. നീ വന്നോരായി പണ്ടേ ആഹ്ലാദം മതി. എന്തേ ഞങ്ങളോട് എടുപ്പില്ല. ഹൈദരാബാദ് ഹൈദരാബാദൊക്കെ നല്ല തോറ്റല്ലേ ബാംഗ്ലൂരിന്റെ. നാണല്ലേ ബാംഗ്ലൂരിന്റെ. അത് കേവലം ഒരു തന്ത്രം. പിന്നെ അവര് സെറ്റ് ടീമൊന്നും നല്ല ബാംഗ്ലൂര്, എന്നിട്ട് അവരുടെ മുമ്പിൽ തോറ്റു. ചേട്ടൻ ഡൽഹിയല്ലേ പുതിയ വിശപ്പന്ത് ഡൽഹി ഏത് കാലത്തെ ജേഴ്സിയാ? എന്നിട്ട് ഇപ്പൊ എന്താ ഈ ജേഴ്സി കൊണ്ടിറങ്ങണേ? ഡൽഹിയില് ആള് പോയിന്ന് അറിഞ്ഞില്ല. അറിഞ്ഞു, ആള് പോയി, ആള് ലക്നോക്ക് പോയി. പക്ഷെ ലക്നോവിനെ ഞങ്ങൾ ഇന്നലെ തകർത്തില്ലേ. ലക്നോ എനിക്ക് കുഴപ്പമില്ല, കാരണം അതെന്റെ കേവലം പ്രവചനം മാത്രമേ. എനിക്ക് ഒട്ടും ഇഷ്ടത്തെ ടീം ഈ ബാംഗ്ലൂർ കേട്ടാ. ബാംഗ്ലൂർ ഇന്നത്തെ കളി തൂക്കും. കൊൽക്കത്ത അടിക്കും ഗ്രീനൊക്കെ ഉണ്ട്. കൊൽക്കത്ത അതൊന്നും കാര്യമില്ല. ഞങ്ങൾക്ക് ഇവിടെ ഹെഡുള്ളപ്പോ പിന്നെ എന്തിട്ട് ഗ്രീൻ കളി കണ്ടുല്ലോ. ഹെഡ് ഫോം ഔട്ട് ആയിരുന്നു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിന്റെ കളി അവര് ജയിക്കും, അവരുടെ സ്ഥലത്താണ്. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസ് ഒരു താങ്ങില്ല. ഏത് പിച്ച് വെച്ചാലും ഞങ്ങൾക്ക് ബാറ്റിംഗ് പിച്ചായിട്ട് അനുകൂല. കഴിഞ്ഞ കളി ഞാൻ നിന്റെ അടുത്ത് ജയിക്കാൻ പ്രാർത്ഥിച്ചു, പക്ഷെ എന്തിന്റെ കാര്യം അവരെന്നെ ജയിച്ചു. എന്തായാലും ഡൽഹി ചക്കക്ക് ഇന്നലെ ജയിച്ചു. ചക്കക്ക് അറിയില്ല, കഴിവാന്നറിയാം. പക്ഷെ ഇനി വരാൻ പോണ ഇതിലൊക്കെ കഴിവ് ചോർന്നു പോകും നിങ്ങളുടെ ഡൽഹിയുടെ. എന്നുവെച്ചാൽ ഞങ്ങളപ്പം എന്നാണോ കളി വരണത് അത് ഞങ്ങൾ ജയിക്കും, നിങ്ങൾ തോക്കും. പക്ഷെ എന്തായാലും ഇന്നത്തെ കളി കൊൽക്കത്തേനെ ഞങ്ങൾ എടുത്ത് പുറത്തേക്ക് ഇടും. ഞങ്ങൾ എന്നിട്ട് ഫസ്റ്റ് ഇയർ നിൽക്കും, കപ്പും അടിക്കും അവസാനം. ബാംഗ്ലൂരെ ഒരു വണ്ടം തോലി തോറ്റിട്ട് എന്നിട്ടും പറയണേനൊരു ബാംഗ്ലൂരല്ല ജയിച്ചെന്ന് അറിഞ്ഞിട്ടൊന്നും കാര്യമില്ല. ബാംഗ്ലൂര് എന്തൊരു ബാംഗ്ലൂരിന്റെ ടീമിലല്ലേ, എന്നിട്ട് അവരെ പന്ത് പറ്റി 300 അടിക്കുന്നു. കോഹ്ലി എന്തായാലും നമുക്ക് കളിക്കാം. കളിയാണ് കോഹ്ലിയല്ലല്ലോ ആക്രമിച്ച, കോഹ്ലി മാത്രല്ലോ. അതൊന്നും നോക്കണ്ട, പഠിക്കലൊക്കെ അല്ലേ. കളി തൊക്കട്ടെ, ഞങ്ങൾ ജയിക്കും.